വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ വെച്ച് ഒരു മലപ്പുറംകാരൻ ലളിതഗാനം ആലപിക്കുകയാണ്. അകലെ ഒരു അമ്പൽപ്പൂ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പാട്ട് കേട്ട് സദസ്സിലെല്ലാവരും കൈയടിക്കുകയാണ്. ആ മലപ്പുറംകാരന് ആദ്യമായി ലളിതഗാനത്തിന് 1-ാം സ്ഥാനം ലഭിക്കുന്നു. ആ റെക്കോർഡ് ഇന്നും ബ്രേക്ക് ചെയ്യാതെ തുടരുന്നുണ്ട്. ഫിറോസ് ബാബു എന്ന മാപ്പിളപ്പാട്ടുകാരൻ, പാട്ടുകാരൻ, സംഗീതജ്ഞൻ, തബലിസ്റ്റ്, അദ്ദേഹത്തെയാണ് നമ്മളിത് മൂവി വേൾഡ് മീഡിയയിൽ ഒരു അഭിമുഖത്തിനായി ക്ഷണിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. അതൊരു വലിയത്തെ റെക്കോർഡായിട്ട് നിലനിൽക്കുന്നു. അപ്പോഴും ഈ 73-ലാണ് കലാജീവിതം തുടങ്ങുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഏറെക്കുറെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അരനൂറ്റാണ്ടിനപ്പുറം ഒരു 50 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ. അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതായത് അരനൂറ്റാണ്ടോളം ഒരേ കാര്യം ഏറെക്കുറെ എല്ലാ ദിവസവും ചെയ്തിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 5 ദിവസവും ചെയ്തിട്ടുള്ള ഒരാൾ, തിരികെ നോക്കുമ്പോൾ ഈ അരനൂറ്റാണ്ട് പിന്നിടാൻ മാത്രം എന്നെ കേപ്പബിൾ ആക്കിയത്, എന്നെ കഴിവുള്ളവനാക്കിയത് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന്, സംഗീതത്തെ, പാട്ടുകളെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു ബാപ്പയുടെ മകനാണ് ഞാൻ. അതായത് കാശിന് വേണ്ടി പാടുക എന്നല്ല മോനെ, നിനക്ക് ജന്മനാ കിട്ടിയൊരു കഴിവ്, ഞങ്ങൾ വഴി കിട്ടിയൊരു കഴിവ്, ദൈവം തന്നൊരു കഴിവ്, നിനക്ക് കിട്ടുന്ന വേദികളെല്ലാം ഉപയോഗപ്പെടുത്തുക. ഉമ്മ അധ്യാപികയായിരുന്നുകൊണ്ട് ഉമ്മയ്ക്ക് ഞങ്ങളെ പോറ്റാനുള്ള, ഉപ്പ ചെറുതിലേ മരിച്ചിട്ടുണ്ട്, ഉപ്പ ഉള്ള കാലം വരെയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഞങ്ങളെ പോറ്റാനുള്ളൊരു വരുമാനം ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ഉമ്മയും പറഞ്ഞു തന്ന ഇത് തന്നെയാണ്: ആരോടും കണക്ക് പറയരുത്, പാട്ടിന് ആരോടും കണക്ക് പറയരുത്, കല അനുഗ്രഹിച്ച് കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു കാര്യവും തിരൂരിൻ്റെ ഒരു സംസ്കാരം, ഒരു പക്ഷേ മട്ടാഞ്ചേരി പോലെ, കോഴിക്കോട് പോലെ, ഒരു പക്ഷേ ചാവക്കാട് പോലെ ഒക്കെയുള്ള ഒരു സംസ്കാരം തിരൂരിന്. ഏറ്റവും വലിയൊരു കാര്യം, റെയിൽവേ സ്റ്റേഷൻ, ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനല്ലേ കേരളത്തിൽ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ മദ്രാശി മെയിലും പാസഞ്ചറും ഒരു എക്സ്പ്രസ്സും, ഇങ്ങനെ 3 ട്രെയിനല്ലേ ആ കാലത്തുള്ളത്. ഈ 3 ട്രെയിനുകൾ എല്ലാം നിർത്തുന്ന ഒരു സ്റ്റേഷൻ എന്ന നിലയിൽ ഈ ഗുരുനാഥന്മാർക്കും, ഈ അന്ന് ഇവരെല്ലാം ഇങ്ങനെ പരദേശികളാണല്ലോ സംഗീതജ്ഞന്മാർ, ഇവർക്കൊക്കെ ഒരു താവളം കിട്ടുകയാണ് പ്രധാനം. പാടണം, വായിക്കണം, അവിടെ അന്തി ഉറങ്ങണം. അപ്പോൾ ഇവരെല്ലാം എത്തിപ്പെട്ടിരുന്ന, എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു 13-14 ക്ലബ്ബുകൾ തിരൂർ. എല്ലാം പേരുകൾ എനിക്ക് കാണാപ്പാടമാണ്, പേര് പറഞ്ഞ് അങ്ങനെ പോവും. എല്ലാ ക്ലബ്ബുകളും മെയിൻലി ഓൺ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞ് ഹിന്ദുസ്ഥാനി അറിഞ്ഞിട്ടല്ല, ഹിന്ദുസ്ഥാനിയുടെ ഒരു മൂഡ് അവർക്കറിയില്ല, കേൾക്കുന്നവർക്ക് തീരെ അറിയില്ല. വന്ന് കൂടുന്നവർ മാർക്കറ്റിൽ നിന്നും അരിക്കച്ചവടം കഴിഞ്ഞ് പൂട്ടിയിട്ടും മീൻ മാർക്കറ്റിൽ നിന്നും പച്ചക്കറി മാർക്കറ്റിൽ നിന്നൊക്കെ വരുന്ന സാധാരണ കൈവണ്ടി വലിക്കാരും ഒക്കെയാണ്. പ്രത്യേകിച്ച് ബാബുക്കയൊക്കെ കേൾക്കാൻ അങ്ങനെ ഒരു വിഭാഗമാണ്. കോഴിക്കോട് അങ്ങനെയാണ്, വലിയങ്ങാടിയിലൊക്കെ കൂടിയിരുന്നത്. അപ്പോൾ ഇവർ വന്ന് കൂടുന്ന ക്ലബ്ബിൽ ഈ വന്നിരുന്ന ബാബുക്ക, കോഴിക്കോട് അബ്ദുൽ ഖാദർക്ക, സീറോ ബാബുക്ക, പിന്നെ അന്ന് മെഹബൂബായി വരുമായിരുന്നു. മെഹബൂബായിയുടെ ഒരു കയ്യാളായിട്ട് അന്ന് സഹായിയായിട്ട് വന്നിരുന്ന ആളായിരുന്നു. പിന്നെ പ്രശസ്തനായ ഉമ്പായിക്ക കൂടെ വന്നിരുന്ന ആളാണ്, ചെറുപ്പം പ്രായം, തബലിസ്റ്റായിട്ടാണ് വരിക അന്ന് മെഹബൂബായിൻ്റെ കൂടെ. പിന്നെ അൻവർ ഖാൻ, ബിച്ചാം ഉസ്താദ്, പിന്നെ എൻ്റെ ഗുരുനാഥൻ വിൻസെൻ്റ് മാഷ്, തിരൂർ ഷാ, പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേരെ പറയാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. ഇവരുടെ ഒരു വലിയൊരു ഒരു ലോകം ഉണ്ടായിരുന്നു, പാട്ടിൻ്റെ ലോകം. അവിടെ ബാപ്പ കുട്ടിക്കാലത്ത് കൂട്ടിക്കൊണ്ടുപോകും. ബാപ്പ എൻ്റെ 9 വയസ്സിലാണ് മരിക്കുന്നത്. ഒരു 6 വയസ്സ് മുതൽ എന്നെ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെയും കൊണ്ടുപോയി, എനിക്ക് 2 സിസ്റ്റേഴ്സാണ്, ഇവരെ കേട്ട് അങ്ങ് തുടങ്ങി കുട്ടിക്കാലം മുതൽ. അപ്പോൾ അതിങ്ങനെ പിടികൂടി. കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മയോട് പറഞ്ഞു, ടീച്ചറായ ഉമ്മയോട് ഓർക്കണം, ടീച്ചറായ ഒരു ഉമ്മ എന്താവും പറയുക, ജോലി വേണം മോനെ എന്ന് സ്വാഭാവികമായിട്ട് പറയുമല്ലോ. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ പാട്ട് മതി എന്ന് പറഞ്ഞ് പാട്ടങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു യാത്ര. പിന്നെ ഈ 53 കൊല്ലം ഓടിയെത്തിയതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഓടി 7 വയസ്സ് പാടി 53 കൊല്ലമായി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരോട് പിന്നെ പ്രായം പറയേണ്ട കാര്യം അല്ലേ, എളുപ്പമായി കാര്യം. അങ്ങനെയാണ് യാത്ര. ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു, ഒരുപാട് പേരുടെ കൂടെ തബല വായിക്കാൻ കഴിഞ്ഞു, ഒരുപാട് പേരുടെ കൂടെ ചേർന്ന് പാടാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു പുഷ്പം മാത്രമുള്ള പാട്ടൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരാൾ പാടിയതിൻ്റെ വേറൊരാൾ പാടിയതിൻ്റെ കവർ വെർഷൻ പരിണമിച്ചാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ജെൻ ആൽഫ കുട്ടികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ചിലപ്പോൾ ബാബുരാജ് എന്നുള്ളൊരു മനുഷ്യനെ പോലും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹം ഒരു പുഷ്പം പാടുന്നത് ലൈവായിട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു പുഷ്പം മാത്രമല്ല,
അദ്ദേഹം പാടുന്നത് ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിഞ്ഞത് ഗീതേ ഹൃദയസഖി ഗീതയാണ്. ഓ ഓ ഓ ഓ ഗീതേ ഹൃദയസഖി ഗീതേ കാട്ടിലാരു കൊളുത്തിവച്ചൊരു കാർത്തിക ദീപമാണു നീ. ഇങ്ങനെയുള്ള പാടുക, വാക്കുകളിങ്ങനെ കുഴച്ചു പാടുന്നൊരു ശൈലി ഒന്ന് ഹിന്ദുസ്ഥാനിക്കുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ മനസ്സിൽ ഈ പാടുമ്പോഴെല്ലാം സങ്കടമാണ്. ജീവിതം അബ്ദുൽ ഖാദർക്കും ബാബുക്കൊക്കെ എനിക്കത് പറയുമ്പോൾ തന്നെ കരച്ചിൽ വരുന്നുണ്ട്. സങ്കടമാണ് മനസ്സിൽ നിറയെ. എന്താ അദ്ദേഹത്തിന് ഇത്ര ട്രാജഡി എഫക്ട് ചെയ്തത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വിഷാദം? സമ്പാദ്യം എന്ന് പറയുന്നതില്ലേ, എല്ലാ പ്രൊഡ്യൂസേഴ്സും വണ്ടിച്ചെക്ക് കൊടുത്തും ചെറിയ ഞാനിങ്ങനെ മാമുക്കോയെ പറയുന്നത് ഒരു കുപ്പി മദ്യവും 2 പൊറോട്ടയും മീമുളക് കിട്ടതും കൊടുത്താൽ അദ്ദേഹം. കറക്റ്റ്. മാമുക്ക പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. മാമുക്ക അവരുടെ കൂടെ നടന്നു. മാമുക്ക പറയുന്നത് ലോകത്തിൽ ഞാൻ ഒരുവിധം സംഗീതമൊക്കെ കേൾക്കാറുണ്ട്, ലോകത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സംഗീത സംവിധായകൻ ബാബുരാജാണെന്നാണ്. സത്യമാണ് കേട്ടോ. ഞാൻ പാകിസ്ഥാനികൾക്ക് പാടിക്കൊടുത്തിട്ടുണ്ട് ബാബുക്കയുടെ പാട്ട്. ഞാൻ മെഹദി ഹസൻ സാബിൻ്റെ പെങ്ങളുടെ മകൻ ഹുസൈൻ സാബ് വന്നിരുന്ന ബലൂജി ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ ക്ലബ്ബ് ദുബായിലുണ്ടായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന കാലം ഞാൻ അദ്ദേഹത്തിന് ഉസ്താദ് ബടാ ഉസ്താദ് ഹുസൈൻ സാബ്, അയാൾക്ക് ഞാൻ കടലെ നിലക്കടലെ അസ്തമന കടലിനകലൊക്കെ പാടിക്കൊടുത്തപ്പോൾ അയാൾ ചോദിക്കുക കോനെ എ മ്യൂസിക് ഡയറക്ടർ. അയാളിങ്ങനെ എന്തോ ആയിപ്പോയിട്ട് എന്നോട് ചോദിക്കുക കോനെ എ മ്യൂസിക് ഡയറക്ടർ ഏ നൗഷാദ് ജി കാ ഓ ഐസ വാല മ്യൂസിക് ഓ മദൻ മോഹൻ കാ ഐസ, അങ്ങനെ പറയത്തേ. എല്ലാത്തിൻ്റെ ഒരു ഫ്യൂഷനോടെ എന്നാൽ ഒറ്റയ്ക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ അവരെ കേൾക്കാൻ ഗീത ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ക്ലബ്ബിൽ വന്നിരുന്ന് ഇങ്ങനെ പാടുമ്പോൾ എന്നെയൊക്കെ കൊണ്ടുപോയിട്ട് ബാപ്പ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരും. കാരണം എന്താ, പിറ്റേ ദിവസം സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു ചൂട്ട് കത്തിച്ചിട്ടാണ് അന്നത്തെ യാത്രകളൊക്കെ. ചൂട്ടാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ 16 കട്ടയുടെ ബാറ്ററി എന്നാന്ന് പറയാം. ഒരുപാട് ബാറ്ററി ഇട്ട് ചൂട്ടാണ് പലപ്പോഴും. അപ്പോൾ ഈ ചൂട്ട് കത്തിച്ച് തിരിച്ചു കൊണ്ടുവന്നാക്കിയിട്ട് ആ ചൂട്ട് കത്തിച്ച് ബാപ്പ വീണ്ടും പോകും. പിന്നെ ബാപ്പ വരുന്നത് പുലർച്ചെയായിരിക്കും. കാരണം പുലർച്ചെ വരെ കേൾക്കാനുള്ള സംഗതിയാണ് ഈ ക്ലബ്ബിൽ നടക്കുന്നത്. ഈ ഗീതയെ, അതുപോലെ അസ്തമനക്കടലിനകലെ, പിന്നെ ഇപ്പം ഞാൻ പറയണ്ടല്ലോ പ്രാണസഖി താമസമന്തി. ഞാൻ ഈ കേട്ടു എന്ന് പറയുന്ന ഈ ക്ലബിലെ ആലാപനമാണ് നമ്മൾ കേട്ട മനോരമയുടെ കാസറ്റ്. അത് മനസ്സിലാക്കിയതല്ലേ വലിയങ്ങാടിയിലെ ക്ലബ്ബിലിരുന്നിട്ട്. അത് റെക്കോർഡ് ചെയ്തതല്ലേ. അത് റെക്കോർഡ് ചെയ്തിട്ട് വർഷങ്ങൾക്ക് ശേഷം മനോരമ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണത്. ഈ ദാസേട്ടൻ പാടുന്ന വേർഷനൊക്കെയാണല്ലോ പോപ്പുലർ. ദാസേട്ടൻ പാടുന്നത് ബാബുരാജ് ബാബുക്ക് പാടുമ്പോൾ എന്തായിരുന്നു അതിൽ ഏറ്റവും പ്രത്യേകത? എന്തായിരുന്നു ഒരു സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്? അതിപ്പോൾ എനിക്ക് തോന്നിയത് ബാബുക്ക ദാസേട്ടനും ഹൃദയം എടുത്ത് പാട്ടിലേക്ക് വെക്കുന്നുണ്ടെന്ന് നമ്മൾ പറയണം. പക്ഷെ ദാസേട്ടനാണല്ലോ. പക്ഷെ ബാബുക്ക എന്തെല്ലാം എടുത്താണ് ആ പാട്ടിലേക്ക് വെക്കുന്നത്. പാട്ടല്ല, തൊണ്ടയിൽ നിന്നൊരു ശബ്ദം മാത്രമാണ്. ബാബുക്ക എന്തോ എടുത്ത് ആ പാട്ടിലേക്ക്, എനിക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പിന്നെ ബാബുക്കയുടെ ആലാപനത്തിൽ നമുക്ക് എന്താ തോന്നുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ദ മോസ്റ്റ് ടെൻഡർ പാട്ട് എന്ന് പറഞ്ഞാൽ കരളല്ലേ, ഹാർട്ട് പൊട്ടൂല വേഗം. അതിലേക്കൊരു കൊളുത്തങ്ങിട്ടിട്ട് ഒരൊറ്റ വലിച്ചാലുള്ള ഒരു വേദന എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. കരളിലേക്കൊരു കൊളുത്തിടുക, ഒന്ന് വലിച്ചാൽ പൊട്ടിച്ചെതറൂലേ, ആ ഒരു പെയിനൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കൊക്കെ ആ പെയിനാണ് ബാബുക്കയുടെ ആലാപനം കേൾക്കുമ്പോൾ. അന്ന് ഈ അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് വലിയ സദസ്സും ഉണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് അദ്ദേഹത്തിനോട് ഇത് ശരിയല്ല, ഇപ്പോൾ അദ്ദേഹം, എനിക്കിപ്പോഴും എൻ്റെ ഒരു റിസർച്ചൊക്കെ പ്രകാരം അദ്ദേഹം ദേവരാജ മാസ്റ്ററെ പോലെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഒരു മൊത്തം ഇന്ത്യ എന്നുള്ള രീതിയിലോ, അതായത് ഇളയരാജ സാറിനെ പോലൊന്നും അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്ന്, അദ്ദേഹം അത്രയും കാലം ജീവിച്ചില്ല. രണ്ട്, അത് അദ്ദേഹത്തിന് തന്നെ മാർക്കറ്റ് ചെയ്യാനോ ഡോക്യുമെന്റ് ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് ഉപദേശിക്കുന്നവരുണ്ടായിരുന്നോ? ഹെൽത്ത് നോക്കണം, നിനക്ക് ഒരുപാട് കഴിവുണ്ട്, ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ടതാണ് സർ, അങ്ങനെ പറയുന്ന ആളുകളുണ്ടായിരുന്നോ? കേട്ടിട്ടില്ല ഞാൻ. എല്ലാവരും ഇങ്ങനെ നമ്മൾ കേട്ട പോലെ ഒരു കമ്പനി കൂടാൻ മാത്രമാണ് പലരും കൂടിയതെന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്.